ഹായ് നമസ്കാരം. എല്ലാ സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്ലസിൻ്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ് 7-ലെ 8ാമത്തെ പാഠം ആകാശവിസ്മയങ്ങൾ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പാർട്ടിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് സെക്കൻഡ് പാർട്ടായിട്ട് നോക്കാം. ഓക്കെ അല്ലേ? നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? ഓക്കെ, ആകാശവിസ്മയങ്ങൾ എന്നാണ് പാഠത്തിൻ്റെ പേര് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണത്തെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ ഇന്ന് പറയുന്നത് നിലാവിൻ്റെ പൊരുൾ എന്നാണ്. നമുക്കറിയാം നിലാ വെളിച്ചത്തെക്കുറിച്ച് അല്ലേ? അപ്പോൾ എന്താണ് നിലാവിൻ്റെ പൊരുൾ? അപ്പോൾ സ്കൂൾ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഒന്ന് നോക്കാം. സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിപതിച്ച് വരുന്നതാണ് നിലാ വെളിച്ചം എന്നതാണ് ഇതിൽ പറയുന്നത്, നമ്മുടെ ക്ലാസ് ടെക്സ്റ്റിൽ പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ നിലാ വെളിച്ചത്തിൻ്റെ ഒരു പിക്ചർ കാണാം. അതിൻ്റെ അതിൻ്റെ ഒരു ഇമാജിനറി പിക്ചർ നമുക്കിവിടെ കാണാം. ആ ഒരു പ്രൊസീജിയർ ഉണ്ടോ, നിലാ വെളിച്ചം എങ്ങനെയാണ് ഭൂമിയിൽ പതിക്കുന്നത് എന്നുള്ളത്. ഇനി നിലാവ് അഥവാ മൂൺലൈറ്റ് എന്നറിയപ്പെടുന്ന നിലാവ് എന്താണെന്ന് നോക്കാം. ചന്ദ്രോപരിതലത്തിൽ പതിക്കുന്ന സൂര്യപ്രകാശം വിസരിതമായി പ്രതിപതിച്ച് ഭൂമിയിലെത്തുന്നതാണ് നാം രാത്രിയിൽ കാണുന്ന നിലാവ് അല്ലേ? അപ്പോൾ ഇതവിടെ ഒരു ചോദ്യം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അല്ലേ? എന്താണ് ആ സ്റ്റേറ്റ്മെന്റ്? എന്താണ് നിലാവെന്നാണ് പറയുന്നത്? ചന്ദ്രോപരിതലത്തിൽ, ചന്ദ്രന്റെ ഉപരിതലത്തിൽ പതിക്കുന്ന സൂര്യപ്രകാശം വിസരിതമായി പ്രതിപതിച്ച് അല്ലെ, സ്കാറ്റർ ചെയ്തിട്ട് പ്രതിപതിച്ച് ഭൂമിയിലെത്തുന്നതാണ് നമ്മൾ എന്ത് ആയിട്ട് കാണുന്നത്? രാത്രിയിൽ കാണുന്ന നിലാവ്. ഓക്കെ, അപ്പൊ എന്താണ്? ചന്ദ്രോപരിതലത്തിൽ പതിക്കുന്ന, അതായത് അതിലേക്ക് പതിക്കുന്ന സൂര്യപ്രകാശം വിസരിതമായി പ്രതിപതിച്ച് ഭൂമിയിലെത്തുന്നു. അപ്പം സൂര്യന്റെ പ്രകാശമാണ് അല്ലെ? ചന്ദ്രന് പ്രകാശമുണ്ടോ? ഇല്ല. അപ്പം ആ സൂര്യപ്രകാശം ചന്ദ്രന്റെ ഉപരിതലത്തിലാണ് പതിക്കുന്നത്. ഇതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന അതിങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ, അതിൽ വന്ന് ആ സർഫസിൽ വരുമ്പോൾ അത് വിസരിതമായി പ്രതിപതിച്ച് എവിടെ എത്തുന്നു? നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നു. ഇത് നമ്മൾ എന്തായിട്ട് കാണുന്നു? ഇത് നമ്മൾ നിലാ വെളിച്ചമായിട്ട് കാണുന്നു, അഥവാ നിലാവ്, മൂൺലൈറ്റ് ആയിട്ട് കാണുന്നു. ഇനിയും ഭൂമിക്കും നിലാവ് എന്ന കോൺസെപ്റ്റിൽ പറയുന്നു, ചന്ദ്രനെ പോലെ സൗരയൂഥത്തിലെ ഭൂമിയടക്കമുള്ള എല്ലാ ഗ്രഹങ്ങളും സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓരോന്നിന്റെ സർഫസിലും എന്ത് ചെയ്യുന്നു? സൂര്യപ്രകാശം പതിക്കുന്നതനുസരിച്ച് അവിടെ പ്രതിപതനം നടക്കുന്നുണ്ട്. ചന്ദ്രനിൽ മാത്രമല്ല, ഭൂമി അടക്കമുള്ള എല്ലാ പ്ലാനറ്റിലും ഈ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവയെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, ചന്ദ്രൻ ചെറിയ കലയായിരിക്കുമ്പോൾ പ്രകാശമില്ലാത്ത ഭാഗത്ത് കാണുന്ന മങ്ങിയ വെളിച്ചം ഭൂമിയിൽ നിന്ന് പ്രതിപതിച്ചെത്തുന്ന സൂര്യപ്രകാശമാണ്. അപ്പൊ എന്താണ് പറയുന്നത്? ചന്ദ്രൻ ചെറിയ ചന്ദ്രകലയായിരിക്കുമ്പോൾ പ്രകാശിതമല്ലാത്ത ഭാഗത്ത്, അതായത് അതിന്റെ ലൈറ്റ് വരാത്ത ഭാഗത്ത് അവിടെ എന്ത് കാണും? മങ്ങിയ വെളിച്ചം കാണും അല്ലെ? ഇത് ഭൂമിയിൽ നിന്ന് പ്രതിപതിച്ചെത്തുന്ന സൂര്യപ്രകാശമാണ്. ഭൂമിയുടെ സർഫസിൽ നിന്ന് പ്രതിപതിക്കുന്ന സൂര്യപ്രകാശമാണ് അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അഥവാ ഭൂമിയുടെ നിലാവാണ്. അപ്പൊ നമുക്ക് അതിനെ എന്ത് പറയാം? ഭൂമിയുടെ നിലാവ് എന്ന് പറയും. ആ കോൺസെപ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ചന്ദ്രൻ ചെറിയ കലയായിരിക്കുമ്പോൾ, ചന്ദ്രകല ചെറുതായിരിക്കുമ്പോൾ പ്രകാശമില്ലാത്ത ഭാഗത്ത് നമുക്ക് മങ്ങിയ വെളിച്ചം കാണാൻ പറ്റും അല്ലെ? ഭൂമിയിൽ നിന്ന് പ്രതിപതിച്ചെത്തുന്ന സൂര്യപ്രകാശമാണ്. അപ്പൊ അങ്ങനെ കാണുന്നത് എന്താണ്? ഭൂമിയിൽ നിന്ന് പ്രതിപതിച്ചെത്തുന്ന സൂര്യപ്രകാശമാണ്. അതിനെ നമുക്ക് എന്ത് പറയാം? ഭൂമിയുടെ നിലാവ് എന്ന് പറയാം. ഇനി ഇതിന് ഭൂശോഭ അഥവാ എർത്ത് ഷൈൻ എന്നും പറയുന്നു. അപ്പൊ ഭൂശോഭ എന്ന് കേൾക്കുമ്പോൾ എന്താലോചിക്കണം? ഭൂമിയുടെ നിലാവാണ് എന്ന് ആലോചിക്കണം. എർത്ത് ഷൈൻ എന്താണ്, ഭൂശോഭ എന്താണ് എന്നുള്ളത് ഓർത്തു വെക്കുക. ചന്ദ്രകല വലുതാകുമ്പോൾ നിലാവിൽ മങ്ങിപ്പോകുന്നതിനാൽ പിന്നീട് ഭൂശോഭ കാണാതാകുന്നു. അപ്പൊ എപ്പോഴാണ് ഭൂശോഭ കാണാതെയാകുന്നത് എന്ന് ചോദിച്ചാൽ ഈ ചന്ദ്രകല വലുതാകുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ ചെറിയ ചന്ദ്രകല. അപ്പം ചന്ദ്രകലയ്ക്ക് വലിപ്പം കൂടുന്നതനുസരിച്ച് എന്ത് വരുന്നു? നിലാവിൽ മങ്ങിപ്പോകുന്നതിനാൽ പിന്നീട്, അതായത് ഭൂശോഭ, അതായത് എർത്ത് ഷൈൻ അല്ലെങ്കിൽ ഭൂമിയുടെ നിലാവ് എന്ത് ചെയ്യുന്നു? പിന്നീട് കാണാതാകുന്നു എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പൊ ഭൂമിക്കും നിലാവുണ്ട് എന്നൊരു കോൺസെപ്റ്റും കൂടി നമ്മളിവിടെ പഠിച്ചു. അതിന്റെ ആ പ്രോസസ്സ് എങ്ങനെയാണെന്ന് പഠിച്ചു. എപ്പോഴാണ് അത് തെളിയുന്നതെന്നും എപ്പോഴാണ് അത് കാണാതെയാകുന്നതും എന്നാണ് ഈ ഒരു പേജിൽ നമ്മൾ പറഞ്ഞത്. ഓക്കെ അല്ലേ? അടുത്തത് ചന്ദ്രന്റെ കലകൾ അല്ലെ? നമുക്കിവിടെ 3 സംഭവങ്ങൾ കാണാം. എഫ് കാണാം, ഇ കാണാം, ഡി കാണാം. ഇവിടെ നമുക്ക് പൂർണ്ണമായിട്ടും മങ്ങിയ രൂപമാണ്, നമുക്ക് വ്യക്തതയില്ല. പക്ഷേ ഇവിടെ നിന്ന് മുകളിലേക്ക് വരുംതോറും ആ വെളിച്ചം കുറച്ചായിട്ട് വരുന്നു. ഏകദേശം ഇവിടെ എത്തുമ്പോൾ നേർപകുതിയിലും പിന്നീട് അത് കൂടി അവസാനം ഇവിടെ എത്തുമ്പോൾ പൂർണ്ണമായിട്ട് വെളിച്ചവും നമുക്ക് കാണാൻ ഈ പിക്ചറിലൂടെ സാധിക്കുന്നു. അപ്പോൾ ഈ പിക്ചർ എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം.
ഇവിടെ നമുക്ക് ആദ്യം ഡി എടുക്കാം. ഓക്കെ, എന്താണ് ഡിയിൽ നമ്മൾ കാണേണ്ടത്? ഇവിടെ പൂർണ്ണമായിട്ടൊരു മങ്ങലല്ലേ, നമുക്കൊന്നും വ്യക്തമായിട്ട് കണ്ടുകൂടാ. ചന്ദ്രന്റെ നിഴൽ ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്നു. അതായത് ഭൂമിക്ക് പൂർണ്ണമായിട്ടും അഭിമുഖമായിട്ട് ചന്ദ്രന്റെ നിഴൽ ഭാഗം വരുന്നു. സോ അവിടെ തന്നെ എന്ത് നമുക്ക് കാണാം? ഒരു ഇരുട്ട് കാണാം. ശേഷം ഇവിടെ ഇത് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ കുറച്ചുകൂടെ വന്നപ്പോൾ ഇവിടെ നമുക്ക് ഇത്രയും ഭാഗം കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? കുറച്ച് ലൈറ്റ് ഇവിടെ എത്തിയപ്പോൾ നേർ പകുതി കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ ഇവിടെ എന്താണ് രണ്ടാമത്തെ, അത് ഈയിലെത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നാണ് സെക്കൻഡ് കോളത്തിൽ പറയുന്നത്. പകുതി പ്രകാശിത ഭാഗവും പകുതി നിഴൽ ഭാഗവും ഭൂമിക്ക് അഭിമുഖമായി വരുന്നു. ഇവിടെ നോക്കടാ, ഇവിടെ എന്താണ്? ഇവിടെ ഭൂമിക്ക് അഭിമുഖമായി ചന്ദ്രൻ നിഴൽ വന്നു, ഫുൾ എന്താണ്? ഇരുട്ടാണ്. ഇവിടെ ഈയിൽ വരുമ്പോൾ ഇവിടെ പകുതി ഭാഗം എന്തായിട്ട് വരുന്നു? എന്താ? പകുതി പ്രകാശിത ഭാഗം. പകുതി ഭാഗം പ്രകാശിതമാണ്, മറ്റേ പകുതി ഭാഗം എന്താണ്? നിഴൽ ഭാഗവും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നു. നമ്മൾ പകുതി ചന്ദ്രനെ കാണും, നമ്മൾ പറയും ചന്ദ്രക്കല ഇന്ന് പകുതിയേ ഉള്ളൂ എന്ന് പറയല്ലേ? അതെപ്പോഴാണ്? ഈ ഒരു അപ്പം നമ്മൾ എന്ത് മനസ്സിലാക്കണം? പകുതി ഇപ്പോൾ പ്രകാശിത ഭാഗമാണെന്നും പകുതി നിഴൽ ഭാഗവുമാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. അവിടെ നിന്ന് കുറച്ചും കൂടി പോകുന്ന മാത്രയിൽ നമുക്ക് കാണാം ഇത് കൂടിക്കൂടി വരുന്നത് കാണാം അല്ലേ? നോക്കണം, ഇവിടെ ഇത്ര, ഇവിടെ ഇത്രയും, ഇവിടെ ഇത്രയും. ഇവിടെ നോക്ക്, പൂർണ്ണമായിട്ടും പ്രകാശം കാണുന്നു അല്ലെ? എന്താണ് എഫിൽ എത്തുമ്പോൾ സംഭവിക്കുന്നത്? പ്രകാശിത ഭാഗം പൂർണ്ണമായി ഭൂമിക്ക് അഭിമുഖമായി വരുന്നു. അപ്പം ഈ 3 സ്റ്റേറ്റ്മെന്റുകളും തരാം. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റുകൾ ചോദിച്ചാൽ ഇത് 3 സ്റ്റേറ്റ്മെന്റും ശരിയാണല്ലേ? എപ്പോഴാണ് ഈ പിക്ചർ വരണ്ട, ഇതിന്റെ എക്സ്പ്ലനേഷൻ. ചന്ദ്രന്റെ നിഴൽഭാഗം പൂർണ്ണമായി ഭൂമിക്ക് അഭിമുഖമായി വരുമ്പോൾ ചന്ദ്രനിൽ ഒരു നിഴൽ, അതായത് ഇരുട്ടായിരിക്കും എന്ന് പറയുന്നു. അങ്ങനെ ആ ഒരു കോൺസെപ്റ്റിൽ 3 സ്റ്റേറ്റ്മെന്റ് തന്നാലും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കണം. ഇനിയും അമാവാസിയും പൗർണമിയും, അതായത് അമാവാസി എന്ന് പറയുന്നത് നമ്മുടെ ന്യൂ മൂണാണ്, പൗർണമി എന്ന് പറയുന്നത് ഫുൾ മൂൺ ആണ്. അത് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പം പൗർണമി എന്ന് പറഞ്ഞാൽ പൂർണ്ണചന്ദ്രൻ, ആ ഫുൾ മൂൺ. ന്യൂ മൂൺ നിങ്ങൾക്ക് മാറിപ്പോരുത്. അമാവാസിയാണ് നമ്മൾ ന്യൂ മൂൺ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇവിടെ നോക്കാം, ചന്ദ്രന്റെ നിഴൽ ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസമാണ് അമാവാസി അഥവാ കറുത്തവാവ്. അമാവാസിയുടെ മറ്റൊരു പേരാണ് കറുത്തവാവ്. അപ്പൊ ഇതുവരെ അറിഞ്ഞുകൂടാമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോ, അമാവാസിയാണ് കറുത്തവാവ്. അപ്പം എപ്പോഴാണ് ചന്ദ്രന്റെ നിഴൽ ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസം ആണ് അമാവാസി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചന്ദ്രന്റെ നിഴൽ ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസമാണ് അമാവാസി. ഇങ്ങനെ ചോദിക്കാം, ചന്ദ്രന്റെ നിഴൽ ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസം എന്ത് പറയുന്നു? അമാവാസി, പൗർണമി, അല്ലെങ്കിൽ പകുതി മാത്രം പകുതിയുള്ള ചന്ദ്രക്കല, എന്താണ് പറയുക? അമാവാസി. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. അടുത്തത്, ഈ ദിവസം നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല. അപ്പൊ നമുക്ക് അമാവാസി ദിവസം ചന്ദ്രനെ കാണാൻ പറ്റുമോ? ഇല്ല, സാധിക്കില്ല. ചന്ദ്രന്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്നതാണ് പൗർണമി. മറ്റൊരു സ്റ്റേറ്റ്മെന്റ്, മറ്റൊരു ചോദ്യം എവിടെ ശ്രദ്ധിക്കടാ. ചന്ദ്രന്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്നതാണ് പൗർണമി അഥവാ വെളുത്തവാവ് അഥവാ ഫുൾ മൂൺ. നമ്മൾ നേരത്തെ ഒരു ഇതിൽ കണ്ടില്ലേ, ഈ ഒരു ഭാഗത്ത് വന്നു, ഇവിടെ വന്നപ്പോൾ പകുതി വന്നു, ഇവിടെ വന്നപ്പോൾ ഇത് വന്നു. അപ്പൊ ഇവിടെ വന്നത് എന്തായിരുന്നു? നേരത്തെ അമാവാസി ആയിരുന്നു അല്ലേ? അമാവാസി. ഇവിടെ വന്നപ്പോൾ അത് എന്തായി? ഇവിടെ വന്നപ്പോൾ ഇത് പൗർണമി ആയിട്ട് മാറി. ഓക്കെ, ഓർക്കുമല്ലോ? അത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, ചന്ദ്രന്റെ പ്രകാശിത ഭാഗത്തിന്റെ പകുതിയും നിഴൽ ഭാഗത്തിന്റെ പകുതിയും ഭൂമിക്ക് അഭിമുഖമായി വരുമ്പോൾ കാണുന്നതാണ് അർദ്ധചന്ദ്രൻ. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത്? എന്താണ് അമാവാസി എന്ന് പറഞ്ഞു, അടുത്ത എന്താണ് പറഞ്ഞത്? എന്താണ് പൗർണമി എന്ന് പറഞ്ഞു, എന്താണ് പൗർണമി എന്ന് പറഞ്ഞു, പിന്നെ എന്താണ് പറഞ്ഞത്? എന്താണ് അർദ്ധചന്ദ്രൻ എന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ ഒരു പടം വരച്ചു അല്ലെ? പടം വരച്ചപ്പോൾ എന്ത്? നമ്മൾ ഇവിടെ ഭൂമിയെ വരച്ചു, നടുക്ക് നമ്മൾ എർത്തിനെ വരച്ചു. ഇവിടെ മൂൺ വരുന്നതിനെ നമ്മൾ എന്ത് പഠിച്ചു? അമാവാസി. ഇവിടെ മൂണാണ്, മൂൺ ഇവിടെ വന്നപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? ഇത് അമാവാസി അല്ലേ? അതേ ചന്ദ്രൻ അവിടെ നിന്ന് മൂവ് ചെയ്ത് ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ പറയുന്നതാണ് അർദ്ധചന്ദ്രൻ. അർദ്ധചന്ദ്രൻ. അതേ മൂണ് ഇവിടെ നിന്ന് കറങ്ങി ഇവിടെ വരുമ്പോൾ പറയുന്നതാണ് എന്ത്? പൗർണമി.
കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. ഇവിടെയാണെങ്കിൽ ഇരുട്ടാണ്, ഇവിടെ വരുമ്പോൾ പകുതി വെളിച്ചവും പകുതി ഇരുട്ടും, ഇവിടെ വരുമ്പോൾ പൂർണ്ണമായിട്ടും വെളിച്ചം വരുന്നു. പൗർണമിയെ പറയുന്നത് എന്താണെടാ? ഫുൾ മൂൺ. പൗർണമിയെ നമ്മൾ എന്ത് പറയും? ഫുൾ മൂൺ. അമാവാസിയെ നമ്മൾ എന്ത് പറയും? അമാവാസിയെ നമ്മൾ എന്ത് പറയും? പറയടാ, പറയൂ. ന്യൂ മൂൺ. ന്യൂ മൂൺ. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓർക്കുന്നുണ്ടല്ലോ, കിട്ടുന്നുണ്ടല്ലോ? ശരി. അപ്പം ഈ പോയിന്റിൽ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക. അടുത്തത് വൃദ്ധിയും ക്ഷയവും. വാക്സിങ് ആൻഡ് വാനിങ് എന്നാണ് വൃദ്ധിയും ക്ഷയത്തിൻ്റെയും ഇംഗ്ലീഷ് ടേംസ്. ഒന്ന് ഓർത്തു വയ്ക്കുക കേട്ടോ. അമാവാസി മുതൽ പൗർണമി, ഇത് 2 പിക്ചർ നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഇതിൽ ആദ്യത്തെ പിക്ചറിൽ അമാവാസി മുതൽ പൗർണമി വരെയുള്ള കാര്യങ്ങൾ കാണാം. അമാവാസി മുതൽ പൗർണമി വരെ ഇങ്ങനെ നോക്കണേ. ഇവിടെ അമാവാസി, ഇവിടെ മൂണുണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ മൂവ്മെൻറ്റ് ഇവിടെ വന്നപ്പോൾ അർദ്ധചന്ദ്രനായി, ഇവിടെ ഇപ്പോൾ 3/4 ഭാഗം കാണാം, ഇവിടെ വന്നപ്പം ഫുൾ മൂണായി, പൗർണമിയായി. ഇവിടെ നേരെ തിരിച്ചാണ്. എന്താണ്? പൗർണമി മുതൽ അമാവാസി വരെ ഉള്ളതാണ് ഇവിടെ പറയുന്നത്. കണ്ടോ, ഇവിടെ ഫുൾ മൂണാണ് അല്ലേ? ഫുൾ മൂൺ. പിന്നീട് അത് കുറഞ്ഞു 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 കുറഞ്ഞ് ഇവിടെ വന്നപ്പോഴാണെങ്കിൽ ന്യൂ മൂണായിട്ട് മാറുന്നു. അപ്പോൾ ഈ പിക്ചർ ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അടുത്തത് വൃദ്ധിയും എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ, ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കറുത്ത വാവ് അഥവാ അമാവാസി മുതൽ വെളുത്ത വാവ് വരെ കൂടി വരുന്നു. അപ്പം ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണും. നമ്മൾ ഭൂമിയിൽ നിന്ന് ചന്ദ്രനെ നോക്കുകയാണ്. അപ്പം കറുത്ത വാവിൽ നിന്നും അത് വെളുത്ത വാവിലേക്ക് പോകുമ്പോൾ ആ പ്രകാശിത ഭാഗം എന്ത് ചെയ്യുന്നു? കൂടി കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റുന്നു. ഈ കാലയളവാണ് വൃദ്ധി അഥവാ വെളുത്ത പക്ഷം. അതായത് കറുത്ത വാവിൽ നിന്നുള്ള വെളുത്ത വാവിലേക്കുള്ള മൂവ്മെന്റ്, അതായത് പൂർണ്ണമായ ഇരുട്ടിൽ നിന്നും കുറച്ച് കുറച്ച് വെളിച്ചത്തിൽ അവസാനം പൂർണ്ണമായ വെളിച്ചം അത് ലഭ്യമാകുന്ന ഭാഗം, അതിനെ നമ്മൾ മൊത്തത്തിൽ പറയുന്നതാണ് വൃദ്ധി മുതൽ വെളുത്ത പക്ഷം. വൃദ്ധി അഥവാ വെളുത്ത പക്ഷം എന്നാണ് ആ ഒരു കാലയളവിനെ നമ്മൾ പറയുന്നത്. ഇനി അപ്പം നമ്മൾ ഇവിടെ പഠിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം വൃദ്ധി അഥവാ വെളുത്ത പക്ഷം എന്താണ് എന്നുള്ളത് ഓർത്തു വെച്ചോണം. വൃദ്ധി അഥവാ വെളുത്ത പക്ഷം എന്താണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനിയും ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് വെളുത്ത വാവ് മുതൽ, അപ്പൊ കറുത്ത വാവ് മുതൽ വെളുത്ത വാവ് വരെയാണെങ്കിൽ വൃദ്ധി അഥവാ വെളുത്ത പക്ഷം. ഇനി വെളുത്ത വാവ് മുതൽ കറുത്ത വാവ് വരെയാണെങ്കിൽ പറയുന്നത് ക്ഷയം അഥവാ കറുത്ത പക്ഷം. എന്താണ്? ക്ഷയം അഥവാ കറുത്ത പക്ഷം. ഓർക്കാലോ വളരെ. അപ്പൊ കറുത്ത വാവിൽ തുടങ്ങി വെളുത്ത വാവിലേക്ക് വരുന്നു. അപ്പൊ വൃദ്ധി അല്ലേ? കറുത്ത വാവ് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വൃദ്ധി ലഭിച്ചു, ഐശ്വര്യം ലഭിച്ചു, അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്തോ. വെളുപ്പ് വന്നു. അപ്പൊ സെക്കൻഡ് വെളുത്ത വാവ് വന്നപ്പോൾ വെളുത്ത പക്ഷം, സെക്കൻഡ് കറുത്ത വാവ് വന്നപ്പോൾ എന്താണ്? കറുത്ത പക്ഷം. അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ ചിന്തിച്ചാലും മതി. ഇനിയും ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന ചന്ദ്രന്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിന്റെ വ്യത്യാസമാണ് വൃദ്ധിക്ഷയം. അപ്പോൾ എന്താണ് വൃദ്ധി, എന്താണ് ക്ഷയം, എന്താണ് വൃദ്ധിക്ഷയം? ഈ 3 കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പോയിന്റ് പറഞ്ഞു, ഇവിടെ പറഞ്ഞു, ഒരു പോയിന്റ് 3 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എന്താണ്? ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന ചന്ദ്രന്റെ പ്രകാശിത ഭാഗം, പ്രകാശമുള്ള ഭാഗം, നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിന്റെ വ്യത്യാസം. പ്രകാശിത ഭാഗവും അതുപോലെ തന്നെ നിഴൽ ഭാഗവും നമ്മൾ ഭൂമിയിൽ നിന്ന് നമ്മൾ വ്യൂ ചെയ്യുമ്പോൾ അതിൽ കാണുന്ന വ്യത്യാസത്തെയാണ് നമ്മൾ വൃദ്ധിക്ഷയം എന്ന് പറഞ്ഞു. അപ്പം എന്ത് പറഞ്ഞു? കറുത്ത വാവിൽ നിന്ന് വെളുത്ത വാവിലോട്ട് പോയാൽ വെളുത്ത പക്ഷം, വെളുത്ത വാവിൽ നിന്ന് കറുത്ത വാവിലോട്ട് പോയാൽ കറുത്ത പക്ഷം, അതിനുശേഷം വൃദ്ധിക്ഷയം. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ചന്ദ്രന്റെ ഉദയം എന്താണ് എന്നാണ് നോക്കുന്നത്. ഭൂമിയുടെ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടുള്ള കറക്കം നിമിത്തം ചന്ദ്രൻ കിഴക്കൻ ചക്രവാളത്തിൽ നിന്നും ഉയർന്നു പൊങ്ങുന്നതാണ് ചന്ദ്രന്റെ ഉദയം. അപ്പൊ നമ്മളിവിടെ പറയുന്നത് ചന്ദ്രന്റെ ഉദയമാണ് കേട്ടോ. അപ്പൊ എന്താണ് ചന്ദ്രന്റെ ഉദയം? നോക്കടാ, ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത് അല്ലെ. എന്താണ് പറയുന്നത്? ഭൂമിയുടെ പടിഞ്ഞാറ് നിന്നും, പടിഞ്ഞാറ് മീൻസ് വെസ്റ്റ്, ഭൂമിയുടെ വെസ്റ്റ് നിന്നും കിഴക്കോട്ട് ഈസ്റ്റിലേക്ക് കറക്കം നിമിത്തം, കറങ്ങുന്നത് കൊണ്ട് ചന്ദ്രൻ കിഴക്കൻ ചക്രവാളത്തിൽ നിന്നും ഉയർന്നു പൊങ്ങുന്നതാണ് ചന്ദ്രന്റെ ഉദയം. അതായത് ഈസ്റ്റിൽ നിന്നും പൊങ്ങുന്നത്. ഇത് സംഭവിക്കുന്നത് എന്നും ഒരേ സമയത്താവില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചന്ദ്രന്റെ ഉദയം എപ്പോഴും ഒരേ സ്ഥലത്ത് നിന്നല്ല എന്നത് ഓർക്കുക. അമാവാസി ദിവസം ചന്ദ്രൻ രാവിലെ സൂര്യനോടൊപ്പം കിഴക്കുതിച്ച് ഉച്ചയ്ക്ക് നമ്മുടെ തലയ്ക്ക് മുകളിലെത്തി വൈകുന്നേരം സൂര്യനൊപ്പം അസ്തമിക്കുന്നു അല്ലെ. നമുക്കറിയാം, ഭയങ്കര വെളിച്ചമുള്ള സൂര്യന്റെ മുന്നിൽ വെളിച്ചമില്ലാത്ത ചന്ദ്രൻ ഒന്നും അറിയുപോലുമില്ല, ആരും കാണുപോലുമില്ല. അപ്പം
അമാവാസി അല്ലെങ്കിൽ കറുത്തവാവിൻ്റെ അന്ന് ആരോടൊപ്പമാണ് യാത്ര? സൂര്യനോടൊപ്പമാണ് യാത്ര. അപ്പം സൂര്യൻ്റെ പ്രഭയിൽ ചന്ദ്രനെ കാണുന്നില്ല. അപ്പം എവിടെയാണ് അത്? കിഴക്കുദിച്ച് എവിടെ? നമ്മുടെ സൂര്യൻ എവിടെയാണ് ഉദിക്കുന്നത്? ഈസ്റ്റിലാണ്, അഥവാ കിഴക്കാണ് അല്ലേ. അപ്പോൾ തന്നെ ചന്ദ്രനും കൂടി ഉദിച്ച് സൂര്യനോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ചന്ദ്രനെ ആരെങ്കിലും കാണുമോ? ഇല്ല, കാണുന്നില്ല. അപ്പോൾ കറുത്തവാവ് അല്ലേ. അപ്പം അമാവാസി അഥവാ കറുത്തവാവിൽ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ സൂര്യനോടൊപ്പമാണ് ഉദിക്കുന്നത്. അതുപോലെ തന്നെ സൂര്യനോടൊപ്പം ആരസ്തമിക്കുന്നു? ചന്ദ്രൻ അസ്തമിക്കുന്നു. അപ്പോൾ രാത്രിയാകുമ്പോൾ നമുക്ക് ആരെ എവിടെ കാണാനും ഇല്ല. ഓക്കെ, അതായത് അന്ന് ചന്ദ്രൻ പകൽ സമയത്താകും നമ്മുടെ ആകാശത്തുണ്ടാകുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് കാലഘട്ടത്തിലാണ് പകൽ സമയത്ത് ചന്ദ്രൻ ആകാശത്തുണ്ടാകുന്നതാണ്? അമാവാസി. ഓർത്തിരിക്കുക. ഈ ദിവസം ചന്ദ്രൻ സൂര്യനും ഭൂമിക്കുമിടയിലായതിനാൽ ചന്ദ്രനിൽ വീഴുന്ന സൂര്യപ്രകാശം നിലാവായി പ്രതിപദിച്ച് പോകുക. സൂര്യന്റെ ദിശയിലേക്ക് തന്നെയാക്കും. അപ്പൊ എന്താണ് ഈ ദിവസം? ചന്ദ്രൻ സൂര്യനും ഭൂമിക്കിടയിലുമായതിനാൽ. അപ്പം ആ ദിവസം ഓർത്തു വെക്കുക, ചന്ദ്രൻ എവിടെയാണ്? ഭൂമിയുടെയും സൂര്യന്റെയും നടുക്കാണ്. അപ്പം ആ ഒരു ദിവസം ഇത് സണ്ണാണ്, ഇത് എർത്താണ് എങ്കിൽ ഇവിടെ ആയിരിക്കും ആര്? മൂണ്. അതൊന്ന് ഓർത്തു വെക്കുക. അപ്പം എന്താണ്? അന്ന് ചന്ദ്രൻ പകൽ സമയത്താകും നമ്മുടെ ആകാശത്തുണ്ടാകുക എന്ന് നമ്മൾ പറഞ്ഞു. ഓർക്കും, ഈ ദിവസം ചന്ദ്രൻ സൂര്യന് ഭൂമിക്കിടയിലുമായതിനാൽ ചന്ദ്രനിൽ വീഴുന്ന സൂര്യപ്രകാശം നിലാവായി പ്രതിപദിച്ചു പോകുക. ഓക്കെ, സൂര്യന്റെ ദിശയിലേക്ക് തന്നെയാകും. ഓക്കെ, അപ്പം അവിടെ എന്താണ് സംഭവിക്കുന്നത്? ആ സ്കാറ്ററിംഗ് സംഭവിക്കുമ്പോൾ, ആ പ്രതിപതനം റിഫ്ലക്ഷൻ സംഭവിക്കുമ്പോൾ എന്താണ്? അത് നേരെ സൂര്യനിലേക്കാവുന്നു പോകുന്നത്. സോ ആരും അറിയില്ല. സൂര്യപ്രകാശം പതിക്കാത്ത ഇരുണ്ട ഭാഗമാകും അന്ന് ഭൂമിക്ക് ഉണ്ടാകും. അപ്പം നമ്മൾ കാണുന്നത് എന്താണ്? ആ സൂര്യപ്രകാശം വീഴാത്ത ഭാഗം സർഫസ് ആയിരിക്കും. അപ്പം നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ എന്തായിരിക്കും? അത് കറുത്തവാവ് അല്ലെങ്കിൽ അമാവാസി ആയിരിക്കും. ഓക്കെ, കൊണ്ടാണ് അമാവാസി ദിവസം ചന്ദ്രനെ നാം ഒട്ടും തന്നെ കാണാത്തത്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലായിക്കോണം. അടുത്തത്, പൗർണമി ദിവസം പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുന്നതോടൊപ്പം ചന്ദ്രൻ കിഴക്കുദിക്കും. അപ്പോൾ പൗർണമി ദിവസത്തിന്റെ പ്രത്യേകത നോക്കടാ. അന്ന് വെസ്റ്റിലാണല്ലേ, വെസ്റ്റിൽ പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുന്നതോടൊപ്പം ചന്ദ്രൻ കിഴക്ക് ഉദിക്കും. അപ്പം അവിടെ ഓർക്കേണ്ടത് എന്താണ്? പൗർണമി ദിവസമാകുമ്പോൾ, അമാവാസി ദിവസം ചന്ദ്രനും സൂര്യനും ഒരുമിച്ച് ഉദിക്കുന്നു, ഒരുമിച്ച് അസ്തമിക്കുന്നു. അമാവാസി ദിവസമാകുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്ന സമയത്താണ് ആരുദിക്കുന്നത്? ചന്ദ്രൻ കിഴക്ക് അഥവാ ഈസ്റ്റിൽ ഉദിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഏകദേശം പിറ്റേന്ന് സൂര്യൻ ഉദിക്കുന്നതോടെ അസ്തമിക്കുകയും ചെയ്യും. അപ്പൊ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ചന്ദ്രൻ അസ്തമിക്കുകയും സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ചന്ദ്രൻ ഉദിക്കുകയും ചെയ്യുന്നു. എപ്പോൾ? പൗർണമി ദിവസത്തിൽ. ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് അമാവാസി. അമാവാസിയിൽ എന്താണ്? സൂര്യനോടൊപ്പം ഉദിക്കുന്നു, സൂര്യനോടൊപ്പം അസ്തമിക്കുന്നു. അപ്പം അമാവാസി, നിങ്ങളിങ്ങനെ വസിക്കുന്നു എന്നാലോചിക്കുക. അപ്പൊ സൂര്യനോടൊപ്പം ചന്ദ്രൻ വസിക്കുന്നു അല്ലെങ്കിൽ വാസിക്കുന്നു എന്നാലോചിക്കുക. അതാണ് അമാവാസി. അല്ല, പൗർണമി എപ്പോഴാണ്? സൂര്യൻ അസ്തമിക്കുമ്പോൾ. സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ആരുദിക്കുന്നു? ചന്ദ്രൻ കിഴക്കുദിക്കുന്നു. ആ ഒരു കോൺസെപ്റ്റാണ് പൗർണമിയിൽ എത്തുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൗർണമി ചന്ദ്രനെ രാത്രി മുഴുവൻ നമുക്ക് ദൃശ്യമാവും. അപ്പോൾ ഓരോ ദിവസവും ചന്ദ്രന്റെ ഉദയവും അസ്തമയവും ഏകദേശം എത്ര മിനിറ്റ്? അത് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. എത്ര മിനിറ്റ് കാണും? 53 മിനിറ്റ് വീതം വൈകും. ഓക്കെ, അപ്പോൾ ഓരോ ദിവസത്തിലും മാറ്റം ഉണ്ടാവും. എന്നും സെയിം അല്ല, ആ ഡേറ്റ് അനുസരിച്ച് മാറും. നമ്മൾ പകുതി കാണുന്നില്ലേ, അതനുസരിച്ച് 53 മിനിറ്റിൽ എന്ത് ചെയ്യുന്നു? 53 മിനിറ്റ് എന്ന് പറയുമ്പോൾ 60 മിനിറ്റ് ആണ് 1 അവർ അല്ലേ. അപ്പം നിയർലി ഒരു മണിക്കൂറിന്റെ വ്യത്യാസം ഓരോ ദിവസത്തിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കും എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഈ 53 മിനിറ്റ് വീതമാണ് വൈകുന്നതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. ക്ലിയർ അല്ലേ? അപ്പം നമുക്ക് ഇപ്പോൾ അടുത്തതായിട്ട് നമുക്കൊരു ചോദ്യ രൂപേണുള്ളൊരു സംഭവം നോക്കാം. ഇതാണ്, ഒരു അമാവാസിയിൽ നിന്ന് അടുത്ത അമാവാസിയിലെത്താൻ 30 ദിവസം എത്തില്ലേ? ഒരു ചോദ്യമാണ്. ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യാൻ ചന്ദ്രന് 27 ദിവസമാണ് വേണ്ടത്. എന്താണ് ഈ വ്യത്യാസത്തിന് കാരണം? ഇവിടെ ഒരു 30 പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്നാൽ ചന്ദ്രന് 27 ദിവസം മതി. അപ്പം ഇതിന്റെ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അമാവാസി മുതൽ അമാവാസി വരെ എന്ന കോൺസെപ്റ്റിൽ പറയുന്നു, ഭൂമിക്ക് ഒരു തവണ സൂര്യനെ പരിക്രമണം ചെയ്യാൻ 365 1/4 ദാറ്റ് ഈസ് 1/4 ദിവസം വേണം. അപ്പം ഭൂമിക്ക് ഒരു പ്രാവശ്യം അല്ലെ, ടു കംപ്ലീറ്റ് 1 റെവല്യൂഷൻ എന്ന് പറയുന്നത് 365 1/4 365 ദിവസം വേണം. ചന്ദ്രൻ
ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുമ്പോൾ ഭൂമി ചന്ദ്രനുമൊത്ത് സൂര്യന് ചുറ്റും പരിക്രമണ പാതയിൽ കുറച്ചു ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും. അപ്പൊ എന്താണ് പറയുന്നത്? ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുമ്പോൾ. അതുപോലെ എപ്രകാരമാണ്? ഇവിടെ നമുക്കറിയാം സൺ. ഓക്കെ, സണ്ണിനെ ഭൂമി ചുറ്റും അല്ലെ, ഭൂമിയെ മൂണും ചുറ്റും. നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് അറിയാം അല്ലെ. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞു ഭൂമിയെ ഒരു പ്രാവശ്യം ഭൂമിക്ക് സൂര്യനെ പരിക്രമണം ചെയ്യാൻ വേണ്ടത് 365 ദിവസമാണ് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുമ്പോൾ ഭൂമി ചന്ദ്രനുമൊത്ത് സൂര്യന് ചുറ്റും പരിക്രമണ പാതയിൽ കുറച്ചു ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും. അപ്പൊ ഭൂമി സൂര്യനെ ചുറ്റുന്നു, ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നു. അപ്പൊ ഇവർ രണ്ടുപേരും, ഭൂമിയും ചന്ദ്രനും പരിക്രമണ പാതയിൽ, അല്ലെ സൂര്യനെ അതില് എന്താണ് ഇവിടെ പറയുന്നത്? ഒരു തവണ പരിക്രമണം ചെയ്യുമ്പോൾ ഭൂമി ചന്ദ്രനുമൊത്ത് സൂര്യന് ചുറ്റും പരിക്രമണ പാതയിൽ കുറച്ചു ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും. ഭൂമിക്കുണ്ടാകുന്ന ഈ സ്ഥാനമാറ്റം കാരണം ചന്ദ്രക്കലകൾ ആവർത്തിച്ചു കാണാൻ ചന്ദ്രന് അതേ പാതയിൽ കുറച്ചുകൂടി ദൂരം സഞ്ചരിക്കേണ്ടി വരും. എന്താണ് പറയണത്? ഭൂമിക്കുണ്ടാകുന്ന ഈ സ്ഥാനമാറ്റം, പരിക്രമണം ചെയ്യുമ്പം സ്ഥാനം മാറ്റം അല്ലെ ഉണ്ടാവും അല്ലെ. അപ്പൊ എന്താണ് കാരണം? അപ്പം ഭൂമിക്കുണ്ടാകുന്ന ഈ സ്ഥാനമാറ്റം ചന്ദ്രകലകൾ ആവർത്തിച്ച് കാണാൻ, ചന്ദ്രകലകൾ കാണുന്നതിന് വേണ്ടി ചന്ദ്രന് അതേ പാതയിൽ കുറച്ചുകൂടി ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു. ഓക്കെ, ഇതിന് 2 ദിവസത്തിലധികം സമയം വേണ്ടിവരും. അപ്പം ചന്ദ്രന് ആ പാതയിൽ സെയിം ആയിട്ട് വരുമ്പോൾ കുറച്ചുകൂടി ദൂരം ആരെക്കാളും ഭൂമി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ സഞ്ചരിക്കേണ്ടി വരുന്നു. അപ്പം ഇതിന് 2 ദിവസത്തിലധികം സമയം, എന്താണ് പറയുന്നത്? 2 ദിവസത്തിലധികം സമയം ആർക്ക് വേണ്ടി വരും? ചന്ദ്രന് വേണ്ടി വരും. അതുകൊണ്ടാണ് കറുത്ത വാവ് മുതൽ അടുത്ത കറുത്ത വാവ് വരെ 29.5 ദിവസങ്ങൾ വരുന്നത്. അപ്പം ഒരു കറുത്ത വാവ് മുതൽ അടുത്ത കറുത്ത വാവ് വരെ 29.5 ദിവസങ്ങൾ വരുന്നതിന് കാരണമാണ് ഇവിടെ പറഞ്ഞത്. അപ്പം ഈ ഒരു ചോദ്യം നമുക്ക് ചോദിക്കാം. നല്ലൊരു ചോദ്യമാണല്ലേ. ഇവിടെ 30 ദിവസമാണ്, 27.5 ദിവസത്തിന്റെ കണക്ക് പറയുന്നു. അപ്പം ആ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം അമാവാസി മുതൽ അടുത്ത അമാവാസി, നമുക്ക് ഇവിടെ നിന്ന് ചോദ്യം ചോദിക്കാം. ഒരു കറുത്ത വാവ് മുതൽ അടുത്ത കറുത്ത വാവ് വരെ എത്ര ദിവസങ്ങളാണ് വരുന്നതെന്ന് ചോദിച്ചാൽ എത്രയാണ്? 29.5 ദിവസങ്ങളാണ്. ഓക്കെ, അതൊന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കാം. ഇനിയും നക്ഷത്ര ചന്ദ്രമാസവും സംയുക്തി ചന്ദ്രമാസവും എന്താണ് എന്നാണ് പറയുന്നത്. ചന്ദ്രന് ഭൂമിയെ ചുറ്റാൻ 22.32 ദിവസം മതി. എന്നാൽ ഒരു വാവ് കഴിഞ്ഞ് അടുത്ത വാവ് സംഭവിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം കുറച്ചും കൂടി ഡീറ്റെയിൽ ആക്കാം. 27.32 ദിവസം മതി. എന്നാൽ ഒരു വാവ് കഴിഞ്ഞ് അടുത്ത വാവ് സംഭവിക്കാൻ 29.5 ദിവസം എടുക്കുന്നു. ഓക്കെ, എന്താണ് ഈ വ്യത്യാസത്തിന് കാരണം എന്നുള്ളത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞാൽ, ചന്ദ്രൻ ഭൂമിയെ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ 22.32 ദിവസം കൊണ്ട് ഒരു തവണ ചുറ്റുമെങ്കിലും അപ്പോഴേക്കും സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഭൂമി അതിന്റെ പരിക്രമണ പഥത്തിലൂടെ 26.95 ഡിഗ്രി ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും. എല്ലാം ചോദ്യങ്ങളാണ് ഉണ്ടാവും. 2 സഞ്ചാരവും ഒരേ ദിശയിലാണ്. ഇങ്ങനെ അധികം വരുന്ന 26.95 ഡിഗ്രി കൂടി താണ്ടാൻ ചന്ദ്രനു വേണ്ട 2.18 ദിവസം കൂടി കൂട്ടിച്ചേർത്ത് കിട്ടുന്ന 29.5 ദിവസമാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന ചന്ദ്രന്റെ ഭൗമ പരിക്രമണ കാലം. അപ്പൊ ഇവിടെ നമുക്ക് പല സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം അല്ലെ. ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി നോക്കുക. ചന്ദ്രൻ ഭൂമിയെ 27.32 ദിവസം കൊണ്ട് ഒരു തവണ ചുറ്റുമെങ്കിലും അപ്പോഴേക്കും സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഭൂമി അതിന്റെ പരിക്രമണ പാതയിലൂടെ എത്ര 26.95 ഡിഗ്രി ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും. ചോദിക്കുക ഇവിടെ എത്ര ഡിഗ്രി സഞ്ചരിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ ആ പരിക്രമണ വേളയിൽ ഭൂമി എത്ര സഞ്ചരിച്ചിട്ടുണ്ടാകും എന്നാണ് ചോദ്യമെങ്കിൽ 26.95 ഡിഗ്രി എന്ന് ഓർക്കുക.
രണ്ട് സഞ്ചാരവും ഒരേ ദിശയിലാണ്, അത് ഓർത്ത് വയ്ക്കുക, ഒരേ ദിശയിലാണ് ഈ രണ്ട് സഞ്ചാരവും നടക്കുന്നത്. ഇങ്ങനെ അധികം വരുന്ന, അപ്പം ഈ 26.95 ഡിഗ്രി കൂടി താണ്ടാൻ ചന്ദ്രനു വേണ്ട 2.18 ദിവസം കൂടി കൂട്ടിച്ചേർത്താണ്. അപ്പം ഈ 27.32 അധികം വേണ്ട 2.18 ദിവസം കൂടെ നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 29.5 ദിവസം കിട്ടും. 29.5 ദിവസം കിട്ടും. അപ്പം ഇതൊന്ന് ഓർത്ത് വച്ചേക്കുക. ഓക്കെ അല്ലേ? ദിവസമാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന ചന്ദ്രന്റെ ഭൗമ പരിക്രമണ കാലം. ഓക്കെ, അതിനാൽ ഒരു വാവ് കഴിഞ്ഞ് അതേ വാവ് സംഭവിക്കാൻ, ഇങ്ങനെ ചോദിക്കാം, ഒരു കറുത്ത വാവ് കഴിഞ്ഞ് അടുത്ത കറുത്ത വാവ് സംഭവിക്കാൻ ഒരു അമാവാസി മുതൽ മറ്റൊരു അമാവാസി വരെയുള്ള ദിവസങ്ങൾ എത്രയെന്ന് ചോദിച്ചാൽ 29.5 ദിവസം എടുക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഇനി ചന്ദ്രകലകളെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടറുകളിൽ ഒന്നിടവിട്ട മാസങ്ങളിൽ 29-30 ദിവസങ്ങൾ വീതം വരുന്നത് അതുകൊണ്ടാണ് നമുക്കറിയാം അല്ലേ, ഈ മാസം നമുക്ക് 31 ദിവസം ഉണ്ടല്ലേ. എല്ലാ മാസവും 31 ദിവസമുണ്ടോ? ഇല്ല. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പം ഇതാണ് നക്ഷത്ര ചന്ദ്രമാസവും സംയുക്തി ചന്ദ്രമാസവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. ഇവിടെ സൂര്യൻ, ഇത് ഭൂമി, ഇത് മൂണാണ്. അപ്പം ആ പരിക്രമണ പാതയിൽ വരുന്ന ഒരേപോലെ രണ്ടുപേരും സഞ്ചരിച്ചിട്ട്, പക്ഷെ ചന്ദ്രൻ ഇത് പൂർത്തീകരിക്കണമെങ്കിൽ 2.18 ദിവസം അധികമായി വേണ്ടി വരും. അതുകൊണ്ടാണ് ചന്ദ്രന്റെ പരിക്രമണ കാലം എന്ന് പറയുന്നത് 29.5 ദിവസമായിട്ട് കണക്കാക്കുന്നത്. ആ 27.32 2.18 കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റാണ്, ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ഇട്ടിരിക്കുകയാണ്. നോക്കടാ, ചന്ദ്രന്റെ അവസ്ഥ ഉദയസമയം, അസ്തമന സമയം. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ഇതിന് തൊട്ട് മുന്നേ പഠിച്ച കോൺസെപ്റ്റാണ്. നോക്കൂ, അമാവാസി ചന്ദ്രനാണെങ്കിൽ ഉദയസമയം സൂര്യോദയത്തോടൊപ്പം, അമാവാസി ചന്ദ്രൻ സൂര്യനോടൊപ്പം ഉദിക്കുന്നു, സൂര്യനോടൊപ്പം അസ്തമിക്കുന്നു. ഇനി ആദ്യ അർദ്ധചന്ദ്രൻ എപ്പോഴാണ്? ഉച്ച സമയം, പാതിരാത്രി. രണ്ടാമത്തെ ആണെങ്കിൽ തിരിച്ചു വരും, പാതിരാത്രി, ഉച്ച സമയം. അതുപോലെ പൗർണമി ആണെങ്കിലോ സൂര്യാസ്തമയത്തോടൊപ്പം എന്ത് ചെയ്യുന്നു? ഉദയസമയം. അതായത് സൂര്യ അസ്തമിക്കുമ്പോഴാണ് ചന്ദ്രൻ ഉദിക്കുന്നത്. ഏതവസ്ഥയിലാണ്? പൗർണമി ചന്ദ്രനായിരിക്കുന്ന വേളയിലാണ്. രണ്ടാം അർദ്ധചന്ദ്രനായിരിക്കുമ്പോഴാണ് പാതിരാത്രിയിൽ ഉദിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, അമാവാസി ചന്ദ്രന്റെ പ്രത്യേകത സൂര്യനോടൊപ്പം ഉദിക്കുന്നു, സൂര്യനോടൊപ്പം അസ്തമിക്കുന്നു. രണ്ടാമത് ആദ്യത്തെ അർദ്ധചന്ദ്രൻ വരുന്നത് ഉച്ച സമയത്താണ് ഉദിക്കുന്നത്, പാതിരാത്രിയിൽ അസ്തമിക്കുന്നു. ഇനി മൂന്നാമത് പൗർണമി ചന്ദ്രനാണെങ്കിൽ സൂര്യ അസ്തമയത്തോടൊപ്പം എന്ത് ചെയ്യുന്നു? അതെന്താണ്? ഉദയസമയം, സൂര്യ അസ്തമിക്കുമ്പോഴാണ് ചന്ദ്രൻ ഉദിക്കുന്നത്. അതുപോലെ തന്നെ സൂര്യൻ ഉദിക്കുമ്പോൾ ചന്ദ്രൻ അസ്തമിക്കുന്നു. ഏത്? പൗർണമി ദിവസം. രണ്ടാം അർദ്ധചന്ദ്രൻ, അതായത് പൗർണമിക്ക് ശേഷമുള്ള അർദ്ധചന്ദ്രൻ വരുമ്പോൾ പാതിരാത്രിയിലാണ്. ഉദയസമയം പാതിരാത്രിയിലും, അതുപോലെ അസ്തമന സമയം ഉച്ച സമയത്തുമാണ്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക, ഒരു റിവിഷൻ പോലെ. ഇനിയും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് പറയാം. വാവ് ആവർത്തിക്കാൻ 29.5 ദിവസം വേണം എന്ന് നാം മനസ്സിലാക്കി അല്ലേ? എത്ര വേണം? വാവ് ആവർത്തിക്കാൻ, ഒരു വാവിന് ശേഷം അടുത്ത വാവിൽ എത്ര ദിവസം വേണോടാ? 29.5 ദിവസം വേണം അല്ലേ? എന്നാൽ കലണ്ടറിന്റെ പരിഗണനയിൽ അര ദിവസം എന്നത് ഇല്ലാത്തതിനാൽ തൊട്ടടുത്ത ദിവസത്തോട് ചേർത്ത് 30 ദിവസമോ അല്ലെങ്കിൽ 25 ദിവസമോ ആയി 29 ദിവസമായി പരിഗണിക്കാറുണ്ട്. അപ്പം കലണ്ടറിൽ നമുക്ക് ഹാഫ് ഡേ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റേ ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകിൽ അതിനെ അടുത്ത ദിവസത്തോട് കൂട്ടും അല്ലെ, ഒരു അരയെ ഹോൾഡ് ചെയ്തിട്ട് കൂട്ടും, അല്ലെങ്കിൽ കുറയ്ക്കും. അപ്പം അതനുസരിച്ച് 29-ഓ 30-ഓ എന്ന കോൺസെപ്റ്റിലേക്ക്, നമ്പറിലേക്ക് വരും. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓർത്തിരിക്കേണ്ട പോയിന്റുകളാണ്, ഓർത്ത് വെക്കാം. ഓരോ പൂർണ്ണ സൂര്യഗ്രഹണത്തിനു ശേഷവും കൃത്യം 15 ദിവസത്തിനകം ഒരു പൂർണ്ണ ചന്ദ്രഗ്രഹണം നടന്നിരിക്കും. എന്താണ് പറയുന്നത്? ഓരോ പൂർണ്ണ സൂര്യഗ്രഹണത്തിന് ശേഷം, ഒരു പൂർണ്ണ സൂര്യഗ്രഹണത്തിന് ശേഷം കറക്റ്റ് 15 ദിവസം കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പൂർണ്ണ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നു. ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ എപ്പോഴും ഒരേ മുഖം മാത്രമാണ് ഭൂമിക്ക് അഭിമുഖമായി വരുന്നത്. ശ്രദ്ധിക്കുക, ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ, ചന്ദ്രൻ
ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരേ മുഖം മാത്രമാണ് എന്തായി വരുന്നത്, ഭൂമിക്ക് അഭിമുഖമായി വരുന്നതെന്ന് ഓർക്കുക. പോയിന്റ് 2 ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത പോയിന്റ് പറയുന്നു, വൃദ്ധിയിലെ ചന്ദ്രൻ സൂര്യാസ്തമയ സമയത്ത് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ കാണുന്ന തലയ്ക്ക് മുകളിലെ ആകാശഭാഗത്ത് എവിടെയെങ്കിലും ദൃശ്യമാകും. പറയുന്നു വൃദ്ധിയിലെ ചന്ദ്രൻ, വൃദ്ധിയും ക്ഷയവും എന്താണെന്ന് നമ്മൾ പറഞ്ഞു, വൃദ്ധിക്ഷയം എന്താണെന്ന് പറഞ്ഞു അല്ലെ. വൃദ്ധിയിലെ ചന്ദ്രൻ സൂര്യാസ്തമയ സമയത്ത് കിഴക്കു മുതൽ പടിഞ്ഞാറ് വരെ കാണുന്ന തലയ്ക്ക് മുകളിലെ ആകാശഭാഗത്ത് എവിടെയെങ്കിലും കാണുന്നു, ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്ത എന്താണ് പറയുന്നത്, ക്ഷയത്തിലെ ചന്ദ്രൻ സൂര്യാസ്തമന സമയത്തിനു ശേഷമാണ് കിഴക്കുദിക്കുക. ഓർത്തു വയ്ക്കുക, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. സ്റ്റേറ്റ്മെന്റുകളായിട്ട് തന്നിട്ട് ചുവടെ തന്നിരിക്കുന്നതിൽ ശരി ഏത് തെറ്റ് ഏത് എന്ന് ചോദിക്കും. അപ്പം ഈ വ്യക്തമായിട്ടുള്ള പോയിന്റുകളാണ്, ഇതെല്ലാം ടെക്സ്റ്റ് ബുക്കിലെയാണ്. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ഇതൊന്ന് ഓർത്തു വെക്കുക, ഒന്ന് നോട്ട് ചെയ്തോളുക. അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഓരോ പൂർണ്ണ സൂര്യഗ്രഹണത്തിനും ശേഷവും കൃത്യം 15 ദിവസത്തിന് ശേഷം ഒരു ചന്ദ്രഗ്രഹണം നടന്നിരിക്കും. പിന്നെ പറഞ്ഞത് എന്താണ്, ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ എപ്പോഴും ഒരേ മുഖം മാത്രമാണ് ഭൂമിക്ക് അഭിമുഖമായി വരുന്നത് എന്ന് ഓർത്തു വയ്ക്കുക. പിന്നെ വൃദ്ധിയും ക്ഷയവും പറയുന്നു. വൃദ്ധിയിലെ ചന്ദ്രൻ എന്താണ്, സൂര്യാസ്തമയ സമയത്ത് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ, സൂര്യാസ്തമയ സമയത്ത് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ കാണുന്ന തലയ്ക്ക് മുകളിലെ ആകാശഭാഗത്ത് എവിടെയെങ്കിലും കാണും. സൂര്യ അസ്തമിക്കുമ്പോഴാണ് ചന്ദ്രനൊക്കെ, അപ്പം ആ സമയത്ത് എവിടെയെങ്കിലും കാണുമെന്നാണ് പറയുന്നത്. ക്ഷയത്തിലെ ചന്ദ്രനാണെങ്കിലോ സൂര്യാസ്തമയ സമയത്തിനു ശേഷമാണ് കിഴക്ക് ഉദിക്കുന്നത് എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്, ചന്ദ്രനിൽ ഇറങ്ങിയ ഇന്ത്യൻ വിസ്മയത്തെ കുറിച്ചാണ് പറയുന്നത്. ശ്രദ്ധിക്കാം. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനരികിൽ ആദ്യമായി ഇറങ്ങുന്ന പേടകമാണ് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 3 അല്ലേ. എന്താണ് പ്രത്യേകത, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി ഇറങ്ങുന്ന പേടകമാണ്. ലോകത്തിൽ വെച്ചും ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്യുന്ന ആദ്യ പേടകം ആരുടേതാണ്, നമ്മുടെ സ്വന്തം, നമ്മുടെ ഇന്ത്യയുടെ അല്ലെ. അതിന്റെ പേരെന്താണ് കൊടുത്തത്, ചന്ദ്രയാൻ 3. 2023 ജൂലൈ 14 വിക്ഷേപിച്ച ചന്ദ്രയാൻ. ഓർക്കുക, ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്, 2023 ജൂലൈ 14. ഇവിടെ നോക്കടാ, 2 2 4 4 3 7 അല്ലേ. ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ 7-ാം മാസം. അപ്പം 2023 ജൂലൈയുടെ അതിൻ്റെ 7-ാം മാസം, അതിൻ്റെ ഇരട്ടി 14 അങ്ങ് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്നു. എന്താണ് പ്രത്യേകത, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി ഇറങ്ങുന്ന പേടകം ഇന്ത്യയുടേതാണ്. അതാണ് ചന്ദ്രയാൻ 3. 2023 ജൂലൈ 14 വിക്ഷേപിച്ചു അല്ലേ. വിക്ഷേപിച്ച ചന്ദ്രയാൻ 3 2023 ആഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 2023 ആഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനരികിൽ സുരക്ഷിതമായി ഇറങ്ങി. അപ്പൊ ശ്രദ്ധിക്കുക, 2023 എന്ത് ചെയ്തു, വിക്ഷേപിച്ചു. 2023 ഓഗസ്റ്റ് 23 അല്ലെ, അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓഗസ്റ്റ് തൊട്ടടുത്ത മാസം 23-ാം തീയതി ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനരികിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ 4ാമത്തെ രാജ്യമാണ് കൂടിയാണ് ഇന്ത്യ. അപ്പം ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്ന പേടകം ഇറക്കിയ ആദ്യ രാജ്യം ഇന്ത്യ. പേടകം ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14. ചന്ദ്രന്റെ അതേ പേടകം ചന്ദ്രയാൻ 3 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനരികിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ സോഫ്റ്റ് ലാൻഡിംഗ് ആണ്. ലോകത്ത് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി, ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്നത് ഓർത്തു വയ്ക്കുക. ഭാവിയിൽ ചന്ദ്രനിൽ നിന്ന് പാറയും മണ്ണും ഭൂമിയിൽ എത്തിക്കാനുള്ള ചന്ദ്രയാൻ ദൗത്യങ്ങളുമായി ISRO മുന്നേറുകയാണ്. നമുക്കറിയാം ISRO വളരെ മുന്നിലാണ് അല്ലേ. ഒരുപാട് പുതിയ വിക്ഷേപണങ്ങളും അല്ലെങ്കിൽ കണ്ടെത്തലുകളും എല്ലാം നമ്മൾ നടത്തുന്നുണ്ട് അല്ലേ, പഠനങ്ങളും. ഇനിയും മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്നുള്ള ഗഗൻയാൻ, മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന പദ്ധതി ഗഗൻയാൻ, ചൊവ്വ പരിവേഷണ വാഹനമായ മംഗൾയാൻ 2 എന്നിവയെല്ലാം ISROയുടെ ഭാവി ദൗത്യങ്ങളാണ് എന്നത് ഓർക്കുക. ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളെക്കുറിച്ച് ISROയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ ISRO.gov.in
ISRO എല്ലാം സ്മോൾ ലെറ്റർ ആണ് .gov.in നിന്ന് വിവരങ്ങൾ ശേഖരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ സൈറ്റിൽ കയറി അന്വേഷിക്കാം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് നമ്മുടെ ബഹിരാകാശം, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ദൗത്യം ഗഗൻയാനാണ്, ചൊവ്വ പര്യവേഷണ ദൗത്യം മംഗൾയാനാണ്. അതുപോലെ പറഞ്ഞത് എന്താണ്, ചന്ദ്രയാൻ 3ന്റെ പ്രത്യേകത എന്താണ് അല്ലെ, ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ആദ്യത്തെ രാജ്യം ഇന്ത്യയാണ്, വിക്ഷേപിച്ചത് 2023 ജൂലൈ 14 എപ്പോഴാണത് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തത്, അത് 2023 ഓഗസ്റ്റ് 23. അപ്പോൾ ഓഗസ്റ്റ് 23ന്റെ പ്രത്യേകത നിങ്ങൾ എല്ലാവരും ഈ ക്ലാസ് കണ്ടതിന് ശേഷം കമന്റ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ പറഞ്ഞത് ഗഗൻയാൻ പറഞ്ഞു, മംഗൾയാൻ പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾക്ക് നമുക്ക് ISRO.gov.in എന്ന സൈറ്റിൽ നമുക്ക് സെർച്ച് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്കൊരു 3 ചോദ്യങ്ങളും കൂടി ഒന്ന് നോക്കാം. നിഴലുകളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ശരി? അപ്പം നമ്മുടെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കൂടെ നോക്കണം. രണ്ടും കൂടി കണ്ടതിന് ശേഷം ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഓപ്ഷൻ എ, പ്രകാശ സ്രോതസ്സിന്റെ അതേ വശത്താണ് നിഴൽ രൂപപ്പെടുന്നത്. ഓപ്ഷൻ ബി, സുതാര്യമായ ദാറ്റ് മീൻസ് ട്രാൻസ്പെറന്റ് വസ്തുക്കൾക്കാണ് നിഴൽ ഉണ്ടാകുന്നത്. ഓപ്ഷൻ സി, എല്ലാ അതാര്യ വസ്തുക്കൾക്കും ഒപ്പാക് ഒബ്ജക്ട്സ് നിഴലുണ്ട്. ഓപ്ഷൻ ഡി, എല്ലാ വസ്തുക്കളും എപ്പോഴും വട്ടത്തിലുള്ള നിഴലുകൾ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. അപ്പൊ ഈ 4 ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ശരി? എല്ലാ അതാര്യ വസ്തുക്കൾക്കും നിഴലുണ്ട്, ഭൂമിക്കും നിഴലുണ്ട് എന്ന് നമ്മൾ ക്ലാസ്സിൽ എടുത്ത് പറഞ്ഞിരുന്നു. രണ്ടാമത്തെ ചോദ്യം, ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് എപ്പോഴാണ് എന്നാണ്. സൂര്യൻ ഭൂമിക്കും ചന്ദ്രനും ഇടയിൽ വരുമ്പോൾ, ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ നേർരേഖയിൽ വരുമ്പോൾ, ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും ഇടയിൽ വരുമ്പോൾ, ഭൂമി ചന്ദ്രനെ ചുറ്റുന്നത് നിർത്തുമ്പോൾ. അപ്പൊ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് എപ്പോഴാണ്? പറയടാ. നമുക്കറിയാം അല്ലേ, ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ വരുമ്പോൾ. അപ്പം ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത്. അടുത്ത ചോദ്യം, സൂര്യഗ്രഹണം അഥവാ സോളാർ എക്ലിപ്സ് സംബന്ധിച്ച് ശരിയായ പ്രസ്താവനയാണ് ചോദ്യം. ഓപ്ഷൻ എ, ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും ഇടയിൽ നേർരേഖയിൽ വരുന്നു. ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ നേർരേഖയിൽ വരുന്നു. ചന്ദ്രൻ ഭൂമിയുടെ നിഴലായിരിക്കും. ഭൂമിയിലുള്ള എല്ലാവർക്കും ഒരേ സമയം സൂര്യഗ്രഹണം കാണാൻ സാധിക്കും. എപ്പോഴാണത്? സൂര്യഗ്രഹണം വരുന്നത് എപ്പോഴാണ്? ചന്ദ്രൻ നടുക്ക് വരുമ്പോഴാണ്. അപ്പൊ എങ്ങനെ പറയാം? ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും ഇടയിൽ നേർരേഖയിൽ വരുമ്പോൾ. അപ്പൊ നേർരേഖയിൽ ആര് വരും? സൺ വരും, അതിനുശേഷം മൂണ്, അതുപോലെ എർത്ത്. ചന്ദ്രൻ നടുക്ക് വരുമ്പോൾ അതാണ് സൂര്യഗ്രഹണം അഥവാ സോളാർ എക്ലിപ്സ്. ഭൂമി നടുക്ക് വരുമ്പോൾ അതാണ് ചന്ദ്രഗ്രഹണം അഥവാ ലൂണാർ എക്ലിപ്സ്. ഓർത്തു വയ്ക്കുക കേട്ടോ. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3 പേടകം വിക്ഷേപിച്ച തീയതിയാണ് ചോദിച്ചിരിക്കുന്നത്. എന്നാണ് വിക്ഷേപിച്ചത്? നമുക്കറിയാമല്ലേ, 2023 ജൂലൈ 14 വിക്ഷേപിച്ചത്. സോഫ്റ്റ് ലാൻഡ് ചെയ്തത് 2023. അതുപോലെ തന്നെ ഓഗസ്റ്റ് 23 ഓർത്ത് വയ്ക്കുക. ഇന്ത്യക്ക് സോഫ്റ്റ് ലാൻഡിങ് ചെയ്യുന്ന 4ാമത്തെ രാജ്യമാണ്, 4th പൊസിഷനാണ്. എന്നാൽ ദക്ഷിണ ധ്രുവമാണ് പറയുന്നതെങ്കിൽ ദക്ഷിണ ധ്രുവത്തിന്റെ കാര്യം പറഞ്ഞാൽ ഫസ്റ്റ്. അപ്പൊ ഇത് ഇത്രയൊന്ന് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കും. അപ്പോൾ ഇന്നത്തെ SCERT സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു SCERT സെക്ഷനുമായി മറ്റൊരു ചാപ്റ്ററുമായി വീണ്ടും കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യന് എല്ലാവരും ആൻസർ കമന്റ് ചെയ്യുക. താങ്ക് യു.